ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടെ സർക്കാരിനെതിരെ വലതുപക്ഷ മാധ്യമങ്ങൾ നുണപ്രചരണം നടത്തുകയാണെന്ന് വിജിൻ എം.എൽ.എ. പോറ്റിയെ കയറ്റിയത് ആരപ്പ, കോൺഗ്രസാണ് അയ്യപ്പ എന്ന് മാറ്റിപ്പാടണമെന്നും അദ്ദേഹം പറഞ്ഞു. പഴയങ്ങാടി താവം കൃഷ്ണപിള്ള മന്ദിരത്തിൽ വികസന സന്ദേശയാത്രയ്ക്ക് നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു എം.എൽ.എ. കേരളത്തിന്റെ ദേവസ്വം കൈകാര്യം ചെയ്യുന്നത് UDF. ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ടതുൾപ്പെടെ ഇടതുപക്ഷ സർക്കാരിനെതിരെ വലതുപക്ഷ മാധ്യമങ്ങൾ നുണപ്രചരണം നടത്തുകയാണ്. അങ്ങനെ ഒരു വൗച്ചർ തന്നെ ഉണ്ടാക്കിയിട്ടില്ല. പാർട്ടി ഓഫീസിന്റെ വരാന്തയിലും കടവരാന്തയിലും കിടന്ന് പാർട്ടിയെ വളർത്തിയ നേതാവാണ് പിണറായി വിജയൻ. നുണകളെല്ലാം 2026 ജനങ്ങൾ തള്ളിക്കളയും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം അധികാരത്തിൽ വരും. LDF 3.0 എന്നത് വെറും വാക്കാവില്ലെന്നും MLA പറഞ്ഞു. ആ നുണകളെല്ലാം ഈ കേരളം 2021 ജനത തള്ളിയതാണ്. ഇതാ ഈ 2026 അത്തരം നുണകളുമായി കടന്നു വരുന്നു. ഇതാ കേരളത്തിന്റെ മതനിരപേക്ഷ ജനത, കേരളത്തിന്റെ വികസനം ആഗ്രഹിക്കുന്ന ജനത ഈ നുണകളെല്ലാം തള്ളിക്കളയും. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സംശയം വേണ്ട, കേരളത്തിൽ വീണ്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വരും. LDF 3.0 എന്നത് കേവലം മുദ്രാവാക്യം മാത്രമല്ല, ഈ കേരളത്തിൽ യാഥാർത്ഥ്യമാകാൻ പോകുന്ന ഒന്നുകൂടിയാണ്. 4 ദിവസങ്ങളിലായി MLAയുടെ നേതൃത്വത്തിൽ മണ്ഡലത്തിൽ വികസന സന്ദേശയാത്ര സംഘടിപ്പിച്ചു വരികയാണ്. താവം കൃഷ്ണപിള്ള സ്മാരക മന്ദിരത്തിൽ നടത്തിയ സ്വീകരണ പരിപാടിയിൽ JRF നേടിയ PV സയനയെ അനുമോദിച്ചു. ചടങ്ങിൽ K പത്മനാഭൻ, PP ഷാജർ, താവം ബാലകൃഷ്ണൻ, P ഗോവിന്ദൻ, VK വിജയൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.